കനേഡിയൻ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് സ്കോർ. പലർക്കും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും മനസ്സിലാവാറില്ല. മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ചലഞ്ചസ് വരുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാവരും കൺസേൺഡ് ആവുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, വണ്ടി മേടിക്കാനായിട്ട് ചെല്ലുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ വീട് മേടിക്കാനുള്ള പ്ലാന് തുടങ്ങുമ്പോഴാണ് പലരും ക്രെഡിറ്റ് സ്കോറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനിതൊരു ചെറിയൊരു ഉദാഹരണം വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ബ്രാൻഡ് ന്യൂ കാർ, $23,000 ഉള്ള ഒരു കാറ് 66 മാസം ടൈമിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ ലൂക്ക് ആൻഡ് ലിൻഡ എന്ന് പറയുന്നത് 2 എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും 2 ക്രെഡിറ്റ് സ്കോർ ആണ്. ഒരാൾക്ക് കമ്പാരിറ്റീവ്ലി ക്രെഡിറ്റ് സ്കോർ താഴെയും ഒരാൾക്ക് കൂടുതലുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു $23,000 സെയിം കാർ തന്നെയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ക്രെഡിറ്റ് സ്കോർ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൊച്ചു എക്സ്പ്ലനേഷൻ, അതാണ് കണ്ടന്റ്. അപ്പോൾ ലൂക്കിൻ്റെ ഉദാഹരണത്തിൽ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് 730 അദ്ദേഹത്തിനുള്ള ക്രെഡിറ്റ് സ്കോർ. ഇൻട്രസ്റ്റ് റേറ്റ് അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുള്ളത് 1.99 എന്ന് പറഞ്ഞൊരു റേറ്റ്. അങ്ങനെ വരുമ്പോൾ മന്ത്ലി പേയ്മെൻറ്റ് എന്ന് പറയുന്നത് $368 ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഈ 66 മന്ത് കോൺട്രാക്റ്റിൽ അദ്ദേഹത്തിന് വരുന്നത് $1,302 ആണ് വരിക. അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ് ആ പർട്ടിക്കുലർ വണ്ടിക്ക് അദ്ദേഹം ഈ കോൺട്രാക്റ്റ് പീരീഡിൽ അടയ്ക്കാൻ പോകുന്നത് $24,302 ആണ്. ഇനി ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞ ലിൻഡയുടെ ഒരു സിനാരിയോ നമുക്ക് നോക്കാം. ക്രെഡിറ്റ് സ്കോർ 599, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 14.99 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 10 to 12 ടൈംസ് കൂടുതലാണത്. അപ്പോൾ അവർക്ക് വരുന്ന മന്ത്ലി പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം $513 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി പേയ്മെൻറ്റ് ലൂക്കിൻ്റെ കേസിൽ 368 വന്ന സാഹചര്യം ഇദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റിലേക്ക് വരുമ്പോൾ 513 കൂടി. സെയിം കാർ തന്നെയാണ് രണ്ടുപേരും മേടിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ലിൻഡ പെയ്ഡ് ഇസ് $10,921 ആണ്. ടോട്ടൽ പേയ്മെൻറ്റിലേക്ക് നോക്കുവാണെങ്കിൽ $33,921. അപ്പോൾ ഈ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിൽ അവിടെ സംഭവിക്കുന്നത് ലിൻഡ ഈ പറയുന്ന ലൂക്കിനേക്കാളും ഒരു $9,500 മീതെയാണ് അഡീഷണൽ ആയിട്ട് അടയ്ക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സ്കോറിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു ചെറിയ കാർ പർച്ചേസിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ ഒരു വീട് മേടിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റ് നിങ്ങൾ എടുക്കുന്ന സാഹചര്യത്തിൽ ഈ ക്രെഡിറ്റ് സ്കോറാണ് കനേഡിയൻ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ട് വരുന്നത്. കനേഡിയൻ ലൈഫിൽ മാത്രമല്ല, സിബിൽ സ്കോർ, ക്രെഡിറ്റ് സ്കോർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ കണ്ടന്റുകൾക്കായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്